ക്ഷേത്രത്തിൻ്റെ വഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തി. കൊട്ടിയം തഴുത്തല മുരുക്കങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടി മോഷണം നടന്നത്. വെളുപ്പിന് 5 മണിക്ക് നട തുറക്കാനായി വന്ന ക്ഷേത്രം മേൽശാന്തിയാണ് ആദ്യമായി മോഷണം നടന്നതായി കണ്ടെത്തിയത്. പ്രധാന ശ്രീകോവിലുകൾ തുറന്നു ഉപദേവൻ്റെ ക്ഷേത്രം തുറക്കുവാനായി ചെന്നപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ കതക് ഇളക്കിയതായി കണ്ടത്. ഉടൻ തന്നെ കാര്യസ്ഥനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കാര്യസ്ഥൻ വന്ന് നോക്കിയപ്പോൾ ക്ഷേത്രത്തിലെ 3 വഞ്ചികൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ചതായി കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തുകയും CCTV ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തു. ക്യാമറകൾ പരിശോധിച്ചതിൽ വലിയ സ്ക്രൂ ഡ്രൈവറുമായി ഒരാൾ നിൽക്കുന്നതായി CCTVയിൽ കാണാൻ കഴിഞ്ഞു. ഏകദേശം 20,000 രൂപയോളം നഷ്ടപ്പെട്ടതായും ശ്രീകോവിലിനുള്ളിൽ മോഷ്ടാവിന് കടക്കാൻ കഴിഞ്ഞില്ല എന്നും ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. വേറെ ഏതോ ക്ഷേത്രത്തിൽ നിന്നും ഈ മോഷ്ടാവ് വിളക്കും തട്ടവും ദേവന്റെ പ്രഭയും മോഷ്ടിച്ച് സമീപത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? രാവിലെ വന്ന് അമ്പലം തുറക്കാൻ അവിടെ എത്തിച്ച് അമ്പലം തുറന്നു. 3 അമ്പലം തുറന്നു. അപ്പോൾ 4-ാമത്തെ അമ്പലം തുറക്കാൻ ചെന്നപ്പം പൂട്ട് തുറക്കുമ്പോൾ കതവിനൊരു വ്യത്യാസം. അപ്പോൾ നോക്കിയപ്പോൾ കാണാൻ കതവ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ വന്ന് വഞ്ചിയൊക്കെ നോക്കുമ്പോൾ വഞ്ചിയെല്ലാം തുറന്ന് നടക്കും. അല്ല, രാവിലെ വന്ന് അമ്പലം തുറന്ന് റെക്കാർഡിട്ടത് ഞാനാണ് സാറേ. അത്ര ആണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയില്ല. തിരുമേനി വന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ അമ്പലം തുറക്കുമ്പോഴാണ് സംശയം തോന്നിയത്. അപ്പോഴാണ് വഞ്ചിയൊക്കെ ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതായിട്ട് തോന്നിയത്. പൈസ മോഷണം പോയിട്ടുണ്ട്. എന്തോ സാർ? പൈസ മോഷണം പോയ പൈസ ഒരു 10-20,000 രൂപയുടെ നോട്ടുകൾ പോയിട്ടുണ്ട് എല്ലാ വഞ്ചിയിൽ നിന്നും. ഇവിടെ അടുത്ത് കുറേ പാത്രങ്ങളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു. അത് ഏത് അമ്പലത്തിലെന്ന് അറിയില്ല സാർ, ഇവിടത്തെ അല്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വെച്ച് കൊട്ടിയം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.